അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണടാ. ഒരു സ്പെക്ട്രൽ സ്പീച്ച്, പേജ് നമ്പർ 81 സി അയ്യപ്പൻ എന്നുള്ള റൈറ്ററിൻ്റെയാണ് സ്പെക്ട്രൽ സ്പീച്ച്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് റൈറ്ററിനെ കുറിച്ച് നോക്കാം. സി അയ്യപ്പൻ എന്നുള്ള റൈറ്റർ, അദ്ദേഹം ഒരു ദളിത് റൈറ്ററാണ്, ഒരു ഷോർട്ട് സ്റ്റോറി റൈറ്ററാണ്. അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് എന്ന് പറയുന്നത് ഉച്ചയുറക്കത്തിലെ സ്വപ്നങ്ങൾ ആൻഡ് ഞണ്ടുകൾ, പേജ് നമ്പർ 87 കിടപ്പുണ്ട്. അദ്ദേഹം മാജിക്കൽ റിയലിസം, അതായത് ഫാൻറ്റസിയും കുറച്ച് റിയാലിറ്റിയും ഒക്കെ ചേർത്ത് മിക്സ് ആക്കി എഴുതുന്നൊരു മനുഷ്യനാണ്. അതായത് ഗോസ്റ്റുകൾ വരാം, മാഡ്മാൻ വരാം, പിന്നെന്താ പറയുക, ഡ്രീംസ്, അല്ലെങ്കിൽ ദളിത് ലാംഗ്വേജ് അല്ലെങ്കിൽ ദളിത് ക്യാരക്ടേഴ്സ് ആയിരിക്കും എപ്പോഴും അദ്ദേഹത്തിൻ്റെ സ്റ്റോറീസിനകത്ത് വരുന്നത്. അപ്പോൾ ഈ സ്പെക്ട്രൽ സ്പീച്ച് എന്ന് പറയുന്നതിൻ്റെ മലയാളം പ്രേത പ്രഭാഷണം. VC ഹാരിസ് ആണ് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷിലോട്ട്. ഡെത്തിനെ കുറിച്ചും ലവിനെ കുറിച്ചുമാണ് ഈ ഒരു ഷോർട്ട് സ്റ്റോറി ഡീൽ ചെയ്യുന്നത്. സോ ഞാൻ പറഞ്ഞല്ലോ, ദളിത് ഇയാളൊരു സി അയ്യപ്പൻ എന്ന് പറയുന്ന റൈറ്ററും ഒരു ദളിത് കമ്മ്യൂണിറ്റിയിൽ പെട്ട ആളാണ്. സോ ഇദ്ദേഹത്തിൻ്റെ ദളിത് പീപ്പിൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ പറ്റും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സിനകത്ത് ഫുള്ള് ദളിത് ഇഷ്യൂസാണ് വരുന്നത്. അപ്പോൾ ദളിതാണ് ഇവിടുത്തെ സബോൾട്ടേൺ എന്ന് പറയുന്നത്. സബോൾട്ടേൺ എന്ന് വെച്ചാൽ മാർജിനലൈസ് ചെയ്യപ്പെട്ട ആളുകൾ. ആ ആളുകളെ കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ വർക്ക്സ് കൂടുതലും ഡീൽ ചെയ്യുന്നത്. കൂടുതലുമല്ല, എല്ലാ വർക്ക്സും ഡീൽ ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സ്റ്റോറിക്കകത്ത് എന്താണെന്ന് വെച്ചാൽ ഒരു പ്രേതം കഥ പറയുകയാണ്. അവരെങ്ങനെ മരിച്ചെന്നും അവരെ മരിക്കാനുണ്ടായ സാഹചര്യം, അവരുടെ ഒരു ലവ് അഫെയറിനെ കുറിച്ചും ഒക്കെ, അവരുടെ ഒരു പേരൻറ്റേജിനെ കുറിച്ചും, അവരുടെ അച്ഛൻ ആരാണെന്നും റിയൽ ഫാദർ ആരാണെന്നും ഒക്കെയുള്ള കാര്യത്തിനെ കുറിച്ച് ഇതിനകത്ത് പറയുവാണ്. സോ ഡെത്ത് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ലൈഫിൻ്റെ എൻഡാണ്, പക്ഷെ അതിനപ്പുറം ഒരു ജേണിയാണ്, അതിനപ്പുറം ഒരു ലൈഫ് ഉണ്ടെന്നാണ് ഇവിടെ റൈറ്റർ പറയുന്നത്. അതായത് ദളിത് പീപ്പിളിൻ്റെ ഡെത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒപ്രഷനിൽ നിന്നും ഒക്കെ ഉള്ളൊരു മോചനമാണ്. അവർക്ക് പുതിയൊരു ഫ്രീഡം കിട്ടുന്ന ഒരു സംഭവമാണ് ഡെത്ത് എന്ന് പറയുകയാണ്, റൈറ്റർ പറയുകയാണ്. ഡെത്താണ് ശരിക്കും പറഞ്ഞാൽ ഈ ദളിത് പീപ്പിളിന് സെൽഫ് റെസ്പെക്ട് തിരികെ കൊണ്ടുവരുന്നത്. സോ അങ്ങനെ ഒരു കാര്യമാണ് ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്. ലവ് എന്ന് പറയുന്നൊരു ഫാക്ടറിന് നമ്മുടെ റൈറ്റർ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ലവ് ആണ് നമ്മുടെ ലൈഫിനെ കുറച്ചും കൂടി എന്താ പറയുക, പോസിറ്റിവിറ്റി കൊണ്ടുവരുന്നൊരു കാര്യം എന്നാണ് പറഞ്ഞേക്കുന്നത്, നമ്മുടെ റൈറ്റർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ലവിനെ കുറിച്ചും ഡെത്തിനെ കുറിച്ചാണ് ഈ ഒരു ഷോർട്ട് സ്റ്റോറി ഡീൽ ചെയ്യുന്നത്. പിന്നെ സി അയ്യപ്പൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, അദ്ദേഹം ഒരു പ്രൊഫസറായിട്ട് ഒരുപാട് കോളേജസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ജെൻഡർ ഇനിക്വാളിറ്റിയെക്കുറിച്ചും ദളിത് ഇഷ്യൂസിനെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. ഒരു ഫിക്ഷണൽ സൊസൈറ്റി, ഒരു ഫിക്ഷണൽ വേൾഡിലായിരിക്കും അദ്ദേഹത്തിൻ്റെ സ്റ്റോറീസ് എല്ലാം ഹാപ്പൻ ചെയ്യുന്നത്. പിന്നെന്താണ് പറയുന്നത്, ഒരു ദളിത് വുമണിൻ്റെ പ്രോബ്ലംസ് ആണ് സ്പെക്ട്രൽ സ്പീച്ചിലൂടെ അദ്ദേഹം ഈ ഒരു ഷോർട്ട് സ്റ്റോറിയിലൂടെ കൊണ്ടുവരുന്നത്. ദളിത് വിമൻ എന്ന് പറയുന്നത് കാസ്റ്റ് ഡിസ്ക്രിമിനേഷനും ഫേസ് ചെയ്യണം, അൺടച്ചബിലിറ്റിയും ഫേസ് ചെയ്യണം. സോ അവർക്ക് കാസ്റ്റും ക്ലാസും ജെൻഡറിൻ്റെയും ഡിസ്ക്രിമിനേഷൻ ഉണ്ട്. സോ ട്രിപ്പിൾ ഡിസ്ക്രിമിനേഷനാണ് ഇവർ ഫേസ് ചെയ്യുന്നത്. സോ അങ്ങനെ ഒരു യങ് ദളിത് വുമണിൻ്റെ ഗോസ്റ്റ് അവരുടെ മരണത്തിനുമെതിരെയും, അല്ലെങ്കിൽ അവർ ഫേസ് ചെയ്ത ഡിസ്ക്രിമിനേഷനെതിരെയും, അവരുടെ ഫേസ് ചെയ്തിട്ടുള്ള ഇൻജസ്റ്റിസിനെതിരെയും പോരാടുന്ന ഒരു കഥയാണിത്. സോ കഥ എന്താണെന്ന് നോക്കാം. ഒരു ഗോസ്റ്റ്, ആ ഗോസ്റ്റിൻ്റെ ലവറിൻ്റെ സിസ്റ്ററിൻ്റെ ദേഹത്ത് കയറുകയാണ്. സ്വാഭാവികമായിട്ട് ഈ പെൺകുട്ടി മരിച്ചുപോയി, ഗോസ്റ്റായ പെൺകുട്ടി മരിച്ചുപോയല്ലോ. അപ്പോൾ അവർ തൂങ്ങി മരിച്ചതാണ്. അപ്പോൾ എന്ത് ചെയ്തു, ഇതിൻ്റെ ആത്മാവ് മരിച്ചതിന് ശേഷം ഇവള് സ്നേഹിച്ചിരുന്ന ആളിൻ്റെ അനിയത്തിയുടെ ദേഹത്ത് കയറി. എന്നിട്ട് ഇവള് കഥ പറയുവാണ് അനിയത്തിയെടുത്ത്. ഇവള് ഒരു ദളിത് വുമണാണ്, ഈ ഗോസ്റ്റ് മരിച്ചു. അപ്പോൾ അവർ പറയുവാണ്, ഞാൻ നിന്റെ ബ്രദറിൻ്റെ സ്വീറ്റ് ഹാർട്ടായിരുന്നു, സീക്രട്ട് ലവറായിരുന്നു. ഒരു ആണും പെണ്ണും എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ഞാനും നിന്റെ ബ്രദറും കഴിഞ്ഞിരുന്നത്. അതായത് കല്യാണമൊന്നും കഴിച്ചില്ല, അല്ലാതെ ഫിസിക്കൽ റിലേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. 15ാമത്തെ വയസ്സ് തൊട്ട് തുടങ്ങിയതാണ് ഈ ബന്ധം എൻ്റെ. അപ്പോൾ ഈ ബ്രദറിൻ്റെ പേരെന്താണ്, കുഞ്ചാക്കോ. അപ്പോൾ പറയുവാണ്, കുഞ്ചാക്കോയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് ശരിക്കും ജസ്റ്റ് ഒരു ഫിസിക്കലായിട്ടുള്ള റിലേഷൻഷിപ്പ് മാത്രമായിരുന്നു. കാരണം ഈ ബന്ധം തുടങ്ങിയ ഒരു 5-6 വർഷത്തിന് ശേഷം നമ്മുടെ ഗോസ്റ്റ് ചോദിച്ചു ഇയാളുടെ അടുത്ത്, അതായത് ജീവനോടെ ഇരുന്ന സമയത്ത് ചോദിച്ചു, വിൽ യു മാരി മീന്ന്. അപ്പോൾ ഇയാളുടെ ഓണസ്റ്റ് റിപ്ലൈ എന്തായിരുന്നു, എനിക്കെങ്ങനെ നിന്നെ മാരി ചെയ്യാൻ സാധിക്കും, നീ ഒരു ദളിതല്ലേ, ഞാൻ എങ്ങനെയുള്ളൊരു മനുഷ്യനാണ്, ഞാൻ അപ്പർ ക്ലാസ് മാനാണ്, എനിക്കൊരിക്കലും നിന്നെ കല്യാണം കഴിക്കാൻ പറ്റില്ല. ആൻഡ് ഗോസ്റ്റ് പറയുവാണ്, ഞാൻ ആ സമയത്തൊരു പ്രൈമറി ടീച്ചറായിരുന്നു, ഒരു അൺടച്ചബിളിനെ കല്യാണം കഴിക്കാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്നിങ്ങനെ പറഞ്ഞു. സോ ആ സമയത്ത് തന്നെ, ആ ദിവസം തന്നെ നമ്മുടെ ഗോസ്റ്റിൻ്റെ അച്ഛനും അമ്മയും തമ്മിൽ സംസാരിക്കുന്നത് അവൾ കേട്ടു. അതായത് ഇവളുടെ കസിൻസൊക്കെ ഏതോ ഒരു കസിൻ പിഴച്ചു പോയി, സോ അതുപോലെ ഞാനും ആകുമോ എന്ന് അച്ഛനും അമ്മയും പറയുന്നത് കേട്ട് ഇവള് വന്ന് പേടിച്ചു. കാരണം ഇവക്ക് അഫെയർ ഉള്ളത് ഒരുത്തനുമായിട്ടാണ്, അല്ലേ, കല്യാണം കഴിക്കാൻ താല്പര്യമില്ലാത്ത ഒരുത്തനുമായിട്ടാണ് ഇവക്ക് അഫെയർ ഉള്ളത്. പക്ഷെ പറയുന്നുണ്ട്, കുഞ്ചാക്കോ എന്ന് പറയുന്ന ഇവൻ്റെ ലവർ വളരെ സ്മാർട്ടാണ്. അവൻ അവൻ്റെ ഒരു കൂട്ടുകാരനാണ് പത്രോസ്. തൃശ്ശൂർ മാർക്കറ്റിൽ പോയിട്ട് വരുമ്പോൾ കുഞ്ചാക്കോ എന്ത് ചെയ്യുന്നുണ്ട്,
കുറേ നെസസറി ആയിട്ടുള്ള കാര്യങ്ങൾ പത്രോസിൻ്റെ കയ്യിൽ നിന്ന് തന്നെ അന്ന് തന്നെ ആ സമയത്ത് തന്നെ മേടിപ്പിക്കുന്നുണ്ട് കുറേ കാര്യങ്ങൾ, ഗിഫ്റ്റുകളൊക്കെ പെണ്ണുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി. സോ ഒരു ദിവസം നമ്മുടെ ഈ ഒരു ഗോസ്റ്റ് പറയുവാണ് കുഞ്ചാക്കോയുടെ അടുത്ത്, എനിക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പ്രസവിക്കണം എന്ന് പറയും. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യും, ഇവരെ എന്ത് ചെയ്യും, അടിക്കും, ക്ലഞ്ച്ഡ് ഫിസ്റ്റ്, അതായത് മുഷ്ടി ചുരുട്ടി ഇടിക്കും ഇവരെ. അപ്പം എന്നിട്ട് അയാൾ പറഞ്ഞാണ്, നിന്നെ കല്യാണം കഴിക്കേണ്ടി വന്നാൽ ഞാൻ മരിക്കും, അല്ലെങ്കിൽ ഞാൻ സ്വയം ചാവും എന്ന് പറഞ്ഞ് ചിരിക്കാൻ തുടങ്ങി. ആ സമയം തൊട്ടാണ് നമ്മുടെ ഗോസ്റ്റ് പറയുന്നത് സൂയിസൈഡിനെ കുറിച്ച് അവൾ ചിന്തിച്ചു തുടങ്ങിയെന്ന്. എല്ലാവർക്കും അറിയാം കുഞ്ചാക്കോയും ഇവളും തമ്മിൽ ബന്ധമുണ്ടെന്നും. വീട്ടിൽ ഇതറിഞ്ഞ അച്ഛൻ അടിക്കുന്നു, ബ്രദർ എന്ത് ചെയ്യുന്നുണ്ട്, അതായത് കുഞ്ചാക്കോ എന്ത് ചെയ്യുന്നുണ്ട്, ഫിസിക്കൽ നീഡ്സ് കഴിഞ്ഞിട്ട് രാത്രി ഇവളെ എടുത്തിട്ട് ഇടിക്കുന്നു. അതിനുശേഷം ഇവള് ഗോപി സാർ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിനെ കുറിച്ച് പറയുന്നുണ്ട്. ഗോപി സാർ എന്ന് വെച്ചാൽ ഇവളെ പണ്ട് പ്രീ ഡിഗ്രി ഇംഗ്ലീഷ് എക്സാമിനേഷൻ തോറ്റപ്പം ട്യൂഷൻ എടുത്തിട്ടുണ്ടിരുന്ന ആളാണ്. ഇവളുടെ നെയ്ബറാണ്. അവസാനം ഇയാൾ പറയുന്നു ഇയാൾക്ക് ഇവളോട് പ്രേമമാണെന്ന്. ഒരേ കാസ്റ്റിലുള്ളവരാണ്, ബാഡ് ലുക്കിംഗ് അല്ല, നല്ലൊരു മനുഷ്യനാണ്. ആൻഡ് ഇയാൾ ഇവളുടെ അടുത്ത് പറയുവാണ് എന്താണ്, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണെന്ന്, എനിക്ക് ഇവളെ ഇഷ്ടം, അതായത് നിന്നെ ഇഷ്ടമാണെന്ന് ഗോപി സാർ ഇവളുടെ അടുത്ത് ഒരു ദിവസം പറയുന്നുണ്ട്. അപ്പോൾ ഇയാൾ പറഞ്ഞു എനിക്ക് ഇവള് പറഞ്ഞു എന്താണ്, എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ പറഞ്ഞു ഞാൻ നിന്നെ പ്രഗ്നൻ്റ് ഒന്നും ആക്കത്തില്ല, ആ ടൈപ്പ് ഓഫ് ഇഷ്ടമൊന്നും അല്ലെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അവൾക്ക് എന്താ ഭയങ്കര ഒരു ഷോക്ക്ഡായിപ്പോയി ഇവള്. എന്നിട്ട് ഇവള് പറഞ്ഞു എന്താണ്, എനിക്ക് വേറൊരാളെ ഇഷ്ടമാണെന്ന്. അപ്പോൾ അയാൾ പറഞ്ഞു എനിക്കറിയാം, അവൻ നിന്നെ ഒരു പുല്ല് വില പോലും തരുന്നില്ല നിനക്ക്, അപ്പോൾ പിന്നെ എന്തിനാ അവനെ എന്നുള്ള രീതിയിൽ ഇയാൾ സംസാരിച്ചു. അവൾ അവിടെ നിന്ന് ഇറങ്ങി അങ്ങ് പോയി. കുഞ്ചാക്കോയുടെ അടുത്ത് വീണ്ടും പോയി ചോദിച്ചു ഡു യു ലവ് മീ എന്ന്. അവൻ എന്ത് ചെയ്തു, തുപ്പിയിട്ട് കുറേ തെറി അങ്ങ് വിളിച്ചു. ഇവള് കരഞ്ഞു. ആ സമയത്ത് ഇവൾക്ക് മനസ്സിലായി എന്താണ്, അയാൾ ഇവളെ സ്നേഹിക്കുന്നില്ല. ആൻഡ് ഇവളെന്ത് ചെയ്തു, തൂങ്ങി മരിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഗോസ്റ്റ് സിസ്റ്ററിൻ്റെ അടുത്ത് പറയുകയാണ് കുഞ്ചാക്കോടെ എന്തിനാണെന്ന്, അതായത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും കുഞ്ചാക്കോയി മരിച്ചു എന്ന്. കുഞ്ചാക്കോയെ കൊന്നത് കുഞ്ചാക്കോയുടെ അച്ഛൻ തന്നെയാണെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഇനി ഗോസ്റ്റ് പറയുവാണ് എന്തിനാ നിന്റെ അച്ഛൻ നിന്നെ ബ്രദറിനെ കൊന്നേന്ന് അറിയാമോ എന്ന് ചോദിച്ചു. അപ്പം ഇങ്ങനെ പറയുവാണ് 16 ദിവസം, അതായത് ഇവള് മരിച്ച് 16 ദിവസം കഴിഞ്ഞപ്പോൾ ഇവളുടെ കുഴിമാടത്തിൽ നിന്ന് പ്രേതമായിട്ട് വന്നു. തിരിച്ച് നേരെ വന്ന് കുഞ്ചാക്കോയുടെ അടുത്തോട്ടാണ്. കുഞ്ചാക്കോയുടെ അടുത്തോട്ട് വന്നപ്പം ആ വരുന്ന വഴി നമ്മുടെ കുഞ്ചാക്കോയുടെ സിസ്റ്റർ കിടന്നുറങ്ങുന്നത് ഈ പ്രേതം കണ്ടു. അപ്പോൾ പ്രേതം കണ്ടപ്പോൾ എന്താണ്, നല്ലൊരു സ്കേർട്ടൊക്കെ ഇട്ട് മുട്ടൊക്കെ കാണിച്ച് ഈ കുഞ്ചാക്കോയുടെ അനിയത്തി കിടന്ന് ഉറങ്ങുവാണ്, ഒരു പില്ലോ ഒക്കെ കെട്ടിപ്പിടിച്ച്. വളരെ ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് അവൾ കിടന്നിരുന്നതെന്ന് പ്രേതം പറയുവാണ്. കുഞ്ചാക്കോയുടെ സിസ്റ്ററിൻ്റെ അടുത്ത് തന്നെ പറയുവാണ്. ആ സമയത്ത് കുഞ്ചാക്കോ വന്നു, ഒളിഞ്ഞു നോക്കി, ലൈറ്റ് സ്റ്റിൽ ഓൺ ആയിരുന്നു. ആൻഡ് കുഞ്ചാക്കോ ഇങ്ങനെ സിസ്റ്ററിനെ നോക്കി നിന്നു. ആ സമയത്ത് എന്ത് ചെയ്തു, കുഞ്ചാക്കോയെ നോക്കി അതായത് ഈ സിസ്റ്റർ ചിരിക്കാൻ തുടങ്ങി. എന്ന് വെച്ചാൽ മീനിങ് എന്താണ്, കുഞ്ചാക്കോയുടെ സിസ്റ്ററിന്റെ ദേഹത്ത് പ്രേതം കയറി. ആ സമയത്താണ് ഞാൻ നിന്റെ ദേഹത്ത് കയറിയത് എന്നാണ് പറഞ്ഞത്. അതായത് ഇവളൊന്ന് പേടിച്ചു കുഞ്ചാക്കോ നിൽക്കുന്ന കണ്ടിട്ട് അനിയത്തി. ആ ഫ്രൈറ്റൻഡ് മൊമെന്റിൽ പെട്ടെന്ന് എന്ത് ചെയ്തു, പ്രേതം എന്ത് ചെയ്തു, കുഞ്ചാക്കോയുടെ അനിയത്തിയുടെ ദേഹത്ത് കയറുന്നു. ആൻഡ് പപ്പായൊക്കെ ഇത് കണ്ട. എന്നിട്ട് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞ ഈ പ്രേതം എന്താ ചെയ്തതെന്ന് വെച്ചാൽ കുഞ്ചാക്കോയുടെ അനിയത്തിയുടെ ദേഹത്ത് കയറിയിട്ട് കുഞ്ചാക്കോയിൽ ലസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങി. കുഞ്ചാക്കോയ്ക്ക് അത് അനിയത്തിയാണ്, പക്ഷെ അനിയത്തിയുടെ ദേഹത്ത് ആരാണ്, പ്രേതമാണ്. അപ്പം കുഞ്ചാക്കോയ്ക്ക് എന്തോ ഒരു അട്രാക്ഷൻ തോന്നി അനിയത്തിയുടെ അടുത്ത്. അനിയത്തി തിരിച്ച് എന്ത് ചെയ്തു, പ്രേതം കയറിയതല്ലേ, അപ്പോൾ പ്രേതം മനഃപൂർവ്വം എന്ത് ചെയ്തു, അനിയത്തിയെ കൊണ്ട് കുഞ്ചാക്കോയെ കെട്ടിപ്പിടിപ്പിച്ചു. ഒരു കൈൻഡ് ഓഫ് ഇൻസെസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഇൻസെസ്റ്റ് എന്ന് വെച്ചാൽ ഈ ഫാമിലി മെമ്പേഴ്സ് തമ്മിലുള്ള സെക്ഷൽ ആയിട്ടുള്ള അട്രാക്ഷനാണ് നമ്മൾ ഇൻസെസ്റ്റ് എന്ന് പറയുന്നത്. അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം. അത് കണ്ട് അച്ഛനും എല്ലാവരും ഞെട്ടി. കുഞ്ചാക്കോയെ എന്ത് ചെയ്തു, ഇവളിങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരുന്നു പ്രേതം കയറിയിട്ട്. ആൻഡ് ബ്രദറിനറിയാം എന്താണ്, ബ്രദറിന് തോന്നി ഇവള് പൊസസ്ഡ് അല്ല, ബാക്കി എല്ലാവരും പറഞ്ഞു ഇവള് പൊസസ്ഡ് ആണെന്ന്, ഏതോ പ്രേതം കയറിയത് പോലെയാണെന്ന്. ബ്രദറിന് പക്ഷേ, അതായത് കുഞ്ചാക്കോയ്ക്ക് പക്ഷേ ഗോസ്റ്റിലും ഡീമൺസിലും ഒന്നും വിശ്വാസമില്ല. മാഡ്നസിനും അല്ലെങ്കിൽ റാഷണലിസത്തിലും മാത്രമേ കുഞ്ചാക്കോയ്ക്ക് വിശ്വാസമുള്ളൂ. ഭ്രാന്തിലും ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങൾ, റാഷണലിസത്തിലും. അപ്പോൾ ആരാണ്ട് പറഞ്ഞു കാഞ്ഞിര മരത്തിൽ കൊണ്ടുപോയി ആണി അടിച്ചിട്ട് ചോറ്റാനിക്കര ടെമ്പിളിൽ കൊണ്ടുപോയി വെച്ചാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പ്രേതം കയറിയതാണെങ്കിൽ. പക്ഷെ പപ്പ സമ്മതിച്ചില്ല. ആൻഡ് പപ്പ പറഞ്ഞു അത് ചിലപ്പോൾ ഇൽനസ് കുറച്ചേക്കാം, പക്ഷെ അവൾ ഒരു ദിവസം റിക്കവർ ചെയ്ത് വന്ന് കുഞ്ചാക്കോയെ കെട്ടിപ്പിടിച്ച കാര്യമൊക്കെ അറിയുമ്പോൾ അവർക്ക് ചിലപ്പോൾ താങ്ങാൻ പറ്റില്ല, അതുകൊണ്ട് അതൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്താണ്, അങ്ങനെ ഇരിക്കുമ്പോൾ ഇനി പറയാൻ പോകുന്നത് എന്താണ്, പപ്പ എന്തിനാണ് കുഞ്ചാക്കോയെ കൊന്നതെന്ന്. അപ്പം പറയുവാണ് കുഞ്ചാക്കോ വാസ് ഇൻ ലവ് വിത്ത് മീ, അത് പപ്പയ്ക്ക് അറിയായിരുന്നു. നിന്റെ പപ്പ തന്നെയാണ് എൻ്റെ ഫാദറിന് ഗോസ്റ്റ് ഡിക്ലെയർ ചെയ്യുകയാണ്. അതായത് റോസാക്കുട്ടിയാണ് നമ്മുടെ കുഞ്ചാക്കോയുടെ സിസ്റ്റർ. അവളുടെ ദേഹത്താണ് ഈ പ്രേതം കയറിയത്. പ്രേതം പറയുവാണ് നിന്റെയും കുഞ്ചാക്കോയുടെയും അച്ഛൻ തന്നെയാണ് എൻ്റെയും അച്ഛനെന്ന് എനിക്ക് മനസ്സിലായി. അത് മരിച്ചതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത്. ആൻഡ് എൻ്റെ അമ്മ പോലും ഷുവർ അല്ലായിരുന്നു. ബിക്കോസ് എന്താണ്, നിന്റെ പപ്പയാണോ, നിന്റെ പപ്പയുടെ യങ്ങർ ബ്രദറും എൻ്റെ അമ്മയുടെ അടുത്ത് വന്നിട്ടുണ്ട്. സോ ആരാണ് അച്ഛനെന്ന് ആർക്കും അറിയത്തില്ലായിരുന്നു, അമ്മയ്ക്കും അറിയത്തില്ലായിരുന്നു. സോ എല്ലാവരും അവളും ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടെന്ന്, അതായത് ഒരു അൺടച്ചബിൾ വുമണിനെ അച്ഛനാവുന്ന എങ്ങനെ ഒരു ക്രിസ്ത്യൻ ആയിട്ടുള്ളൊരു മനുഷ്യൻ. സോ അതൊക്കെ അങ്ങനെ പറയുന്നുണ്ട് റോസ്. എന്നിട്ട് ഇവർ പറയുന്നുണ്ട് ചിലപ്പോൾ നിന്റെ അച്ഛൻ്റെ ബ്രദറും ആവാം എൻ്റെ അച്ഛൻ. അപ്പോൾ നമുക്കറിയത്തില്ല, അമ്മയ്ക്കും എന്താണ് വലിയ ഷുവറൊന്നും അല്ല എന്ന്
പറയുവാണ്. ചിലപ്പോൾ ഇത് അറിഞ്ഞുകൊണ്ടായിരിക്കും എന്തു പറ്റിയത്, നമ്മുടെ നിങ്ങളുടെ അച്ഛൻ കുഞ്ചാക്കോയെ എന്താണ് കൊന്നതെന്ന്. ആൻഡ് അടുത്ത എന്താണ്, കുഞ്ചാക്കോ തന്നെയാണ് ശരിക്കും പറഞ്ഞ കാരണമായത് ഈ ഒരു പെറ്റേണിറ്റി റിവീൽ ചെയ്തത്. അപ്പം അത് ആ ഒരു റോങ് പപ്പ തന്നെ എന്ത് ചെയ്തു, കറക്റ്റ് ചെയ്തു. അതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പം ജയിലിൽ കിടക്കുന്നത്. അതായത് ബന്ധമായി കഴിഞ്ഞാൽ വഷളാവൂല, സ്റ്റെപ്പ് സിസ്റ്ററായി പോകത്തില്ലേ, സിസ്റ്ററും ബ്രദറും തമ്മിലുള്ള റിലേഷനായി പോയില്ലേ. സോ അതിന് എൻഡ് വെച്ചതാരാണ്, കുഞ്ചാക്കോയുടെ അച്ഛൻ തന്നെയാണ്, അതായത് എൻ്റെയും അച്ഛൻ തന്നെയാണ് എന്ന് പ്രേതം പറയുവാണ്. എന്നിട്ട് ഇനി പറയുവാണ്, നീ എന്ത് ചെയ്യണം, ഒരു ഫേവർ എനിക്ക് ചെയ്യണം. ഇനിയിപ്പോൾ എനിക്കൊന്നും പറയാനും അറിയാനും ഒന്നുമില്ല, നീ എനിക്കൊരു ഫേവർ ചെയ്യണം. കണ്ണൻ പറയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് മജീഷ്യനാണ് കേട്ടോ. കണ്ണൻ പറയൻ്റെ അടുത്ത് പോയിട്ട് എൻ്റെ ഡിഗ് തുറന്നിട്ട്, അതായത് എൻ്റെ ഗ്രേവ് തുറന്നിട്ട് മസ്റ്റാർഡ് സീഡ്സിനകത്ത് ഇടാൻ പറയണം. കൗണ്ട് ചെയ്യാൻ പറ്റാത്ത അത്രയും മസ്റ്റാർഡ് സീഡ്സ് ഇടണം. സോ അതിട്ട് കഴിയുമ്പോൾ എനിക്കൊരിക്കലും ഗ്രേവിന് വെളിയിൽ വരാൻ പറ്റില്ല. ദെൻ പിന്നെ പറഞ്ഞെന്താണ്, കുഞ്ചാക്കോയെ മരിക്കുമ്പോൾ കുഞ്ചാക്കോയെ കൊണ്ടുപോകാനെന്ന് പറഞ്ഞാണ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ വന്നത് പ്രേതം. പക്ഷേ കുഞ്ചാക്കോയെ അച്ഛൻ കൊന്നപ്പോൾ എന്താണ്, കുഞ്ചാക്കോയ്ക്ക് സോളില്ലായിരുന്നു, ആത്മാവില്ലായിരുന്നു, ജസ്റ്റ് ഒരു ശ്വാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്ന് വെച്ചാൽ മീനിങ് എന്താണ്, കുഞ്ചാക്കോ അത്രയും ക്രൂവലാണ്. ശ്വാസം മാത്രമേ ഉള്ളൂ, ആത്മാവില്ലായിരുന്നു. ആത്മാവുണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും മനുഷ്യത്വം ഉണ്ടായിരുന്നെങ്കിൽ ഇവളെ ഇങ്ങനെ കൊല്ലാൻ വിടത്തില്ലായിരുന്നല്ലോ. സോ അതാണ് ആര് പറയുന്നത്, നമ്മുടെ പ്രേതം പറയുന്നത്. കുഞ്ചാക്കോയ്ക്ക് ആത്മാവില്ലായിരുന്നു, ജസ്റ്റ് ഒരു ബ്രത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം എന്താണ്, ചിലപ്പോൾ കുഞ്ചാക്കോ ഒരു പ്രേതത്തിനൊന്നും വിശ്വസിക്കാത്തത് കൊണ്ടായിരിക്കാം കുഞ്ചാക്കോയ്ക്ക് ആത്മാവില്ലാതെ പോയതെന്ന്. ആൻഡ് അപ്പം കുഞ്ചാക്കോയും കിട്ടിയില്ല, അതുകൊണ്ട് എന്ത് ചെയ്തു, പ്രേതത്തിന് തിരിച്ച് ഗ്രേവിലോട്ട് പോകാനേ പറ്റുള്ളൂ. ആൻഡ് മസ്റ്റാർഡ്സ് ഇടാൻ വേണ്ടി റോസക്കുട്ടിയുടെ ഒന്നും കൂടെ ഓർമ്മിപ്പിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, റോസക്കുട്ടിയുടെ ദേഹത്ത് നിന്ന് ഇത് ഒഴിഞ്ഞുപോയി. എങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഒഴിഞ്ഞു പോയത്, ഞാൻ നിനക്ക് സ്വാതന്ത്ര്യം തരുന്നു, നിനക്ക് വേണമെങ്കിൽ നിന്റെ കാല് പരിശോധിക്കാം, നിന്റെ കാലിലെ ചെയിൻ കാണുന്നില്ല, ഞാൻ ഇറങ്ങി പോകുമ്പോൾ നിന്റെ കാലിലെ ചെയിൻ എന്ത് ചെയ്യും, അപ്രത്യക്ഷമാകും. ഇങ്ങനെ പറഞ്ഞിട്ടാണ് ആര് പോകുന്നത്, നമ്മുടെ ഗോസ്റ്റ് പോകുന്നത്. സോ ഗോസ്റ്റും കുഞ്ചാക്കോയും ഗോസ്റ്റ് കയറിയ പെണ്ണും എല്ലാം എന്താണ്, സിസ്റ്റേഴ്സും ബ്രദറുമാണ്. അപ്പോൾ ഇതിനകത്ത് എന്തിനെക്കുറിച്ചാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെൻഡർ ഇക്വാളിറ്റിയെക്കുറിച്ച് പറയാം. പിന്നെന്താ പറയുന്നത്, പാസ്റ്റ് ആൻഡ് ലവ് ആൻഡ് ഡെത്ത് വരുന്നുണ്ട്. പിന്നെന്താണ്, ഗോസ്റ്റിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഗോസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇൻജസ്റ്റിസിനെതിരെ പോരാടുന്നത്, അല്ലെങ്കിൽ റിവെഞ്ച് എടുക്കുന്നത്. ആൻഡ് പിന്നെന്താ പറയുക, ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. അപ്പം ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗോപി സാർ ആരാണ്, കുഞ്ചാക്കോയുടെ അച്ഛൻ എന്തിനാണ് കുഞ്ചാക്കോയെ കൊന്നത്, പിന്നെ ദളിത് ഗേളിന് എന്ത് പറ്റി, അതായത് സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷനാണ് ദളിത് ഗേളിന് ഫേസ് ചെയ്യേണ്ടി വന്നത് അല്ലേ. പിന്നെ കാസ്റ്റ് ഡിസ്ക്രിമിനേഷനും ഉണ്ടായിരുന്നു അല്ലേ, ജെൻഡർ ഇക്വാളിറ്റിയും ഫേസ് ചെയ്തിട്ടുണ്ട്. ഇയാൾ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ടല്ലോ കുഞ്ചാക്കോ, റേപ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ, റേപ്പ് അല്ല, സെക്ഷൽ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെയുള്ള ഡിലമാസാണ് ഇയാൾ ഇതിനകത്ത് ഷോർട്ട് സ്റ്റോറിക്കകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ദെൻ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു നെറേറ്റീവ് ഇതാണുള്ളത്. ദളിത് വുമണിൻ്റെ വിക്ടിമൈസേഷനാണ് ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്. പിന്നെന്താണ്, എന്തിനാണ് ഇയാളുടെ ഈ ബിട്രേ ചെയ്ത ആളുടെ തന്നെ സിസ്റ്ററിൻ്റെ ദേഹത്ത് കയറിയത്, ഒരു കൈൻഡ് ഓഫ് റിവെഞ്ച് ആണ് കേട്ടോ. ഇൻസെസ്റ്റ് കൊണ്ടുവന്ന്, അതായത് ലസ്റ്റ് കൊണ്ടുവന്നിട്ട് സിസ്റ്ററിനെ കൊണ്ട് റിവെഞ്ച് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ അവൾ ആരെയും ഹാം ചെയ്യുന്നില്ല, ലാസ്റ്റ് എന്ത് ചെയ്യുകയാണ്, തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത് അല്ലേ. പിന്നെ മാജിക്കൽ റിയലിസം എന്നുള്ള എലമെൻ്റാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. മാജിക്കൽ റിയലിസം എന്ന് വെച്ചാൽ ഫാൻറ്റസി, അതായത് ഗോസ്റ്റും ഉണ്ട്, റിയാലിറ്റി ഉണ്ട്. പിന്നെന്താണ് പറഞ്ഞേക്കുന്നത്, ലവ്, ലസ്റ്റ്, ഇൻസെസ്റ്റ്, ഡെത്ത്, ആഫ്റ്റർ ലൈഫ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ജെൻഡർ ഇക്വാളിറ്റിയെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്, പേട്രിയാർക്കിയെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. സോ ലാസ്റ്റ് ഈ പ്രേതത്തിന് ജസ്റ്റിസ് കിട്ടി, അതായത് ട്രൂ പാരന്റേജ് അറിഞ്ഞു, അച്ഛനാരാന്ന് അറിഞ്ഞു, വന്ന കാര്യം നടന്നു. പക്ഷേ കുഞ്ചാക്കോയെ മാത്രം കിട്ടിയില്ല, തിരിച്ച് പോവാണ് ആരെയും ഹാം ചെയ്യാതെ.